നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാ പ്രേക്ഷകരും ഈ അപ്ഡേറ്റ്സുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ വാർത്താ അപ്ഡേറ്റ്, വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ ഔദ്യോഗിക സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. വോട്ട് ഹെൽപ്പ് ലൈൻ നമ്പർ 1950, വോട്ടർ ID നമ്പർ നൽകി വിവരങ്ങൾ അറിയാം. SMS വഴി ECA എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട് വോട്ടർ ID നമ്പർ ചേർത്ത് 1950 എന്ന നമ്പറിലേക്ക് അയക്കാം. വെബ്സൈറ്റ് വഴിയാണെങ്കിൽ voters.eci.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ഇനി ഇതിലെ തെരഞ്ഞെടുപ്പ് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വോട്ടർമാർക്ക് പണമോ സമ്മാനങ്ങളോ വിതരണം ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. 50,000 രൂപയ്ക്ക് മുകളിൽ തുക കൈവശം വെച്ച് യാത്ര ചെയ്യുമ്പോൾ രേഖകൾ കരുതണം എന്നിവയാണ്. അടുത്ത വാർത്ത അപ്ഡേറ്റ് പാൻ കാർഡ് അപ്ഡേറ്റ് ആണ്. 2026 ഏപ്രിൽ 1 മുതൽ പുതിയ പാൻ അപേക്ഷകർക്ക് ആധാർ മാത്രം മതിയാകില്ല. ജനനത്തീയതി തെളിയിക്കുന്ന രേഖകൾ കൂടി ആവശ്യമാണ്. മാർച്ച് 31 മുമ്പ് അപേക്ഷിക്കുക. അടുത്ത വാർത്ത അപ്ഡേറ്റ്, നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ആശ്വാസ വാർത്ത വന്നിട്ടുണ്ട്. കുടിശ്ശിക തുക വിതരണം ഉടൻ ആരംഭിക്കും. ഒരു തൊഴിലാളിക്ക് ഏകദേശം 10,000 മുതൽ 15,000 വരെ ലഭിക്കും. അടുത്ത അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ചിലർക്ക് 2,000 വരെ ലഭിക്കും. ക്ഷേമ പെൻഷൻ വിതരണം വേഗത്തിൽ ആരംഭിക്കും. ഉത്സവകാലത്ത് മുൻകൂർ വിതരണം ഉണ്ടായി 4,000 രൂപയോളം മുൻകൂറായിട്ട് തുക വിതരണം ഉണ്ടായേക്കാം. അടുത്ത വാർത്ത അപ്ഡേറ്റ് വിഷു സംബന്ധിച്ചിട്ടാണ്. സപ്ലൈകോ വഴി ലഭിക്കുന്ന വിഷു കിറ്റിൽ 16 സാധനങ്ങൾ ഉൾപ്പെടും. വില 1,250 രൂപയ്ക്ക് ലഭ്യമാകുന്ന സാധനങ്ങൾ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇതിന്റെ ലഭ്യത ഏപ്രിൽ 1 മുതൽ സ്റ്റാർട്ട് ആകുന്നതാണ്. ഇനി അടുത്ത വാർത്ത അപ്ഡേറ്റ്, സ്വർണ്ണവിലയാണ്. ഗ്രാമിന് 275 രൂപ കുറവുണ്ടായിട്ടുണ്ട്. ഗ്രാമിന് 275 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണവില 13,380 രൂപയായിട്ടുണ്ട്. പവന് 2,200 രൂപ കുറവ് വന്നിട്ടുണ്ട്. 1,07,040 രൂപയോട് അടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.